നിങ്ങൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ കണങ്കാലിന് ഇടയ്ക്കിടെ ഉളുക്ക് സംഭവിക്കാറുണ്ടോ? ഇത്തരത്തിൽ നിയന്ത്രണം വിട്ടുപോകുന്ന ഈ അവസ്ഥ തികച്ചും നിർഭാഗ്യകരം മാത്രമല്ല, ശരിയായ രീതിയിൽ സുഖപ്പെടാത്ത ഒരു പഴയ കണങ്കാൽ ഉളുക്ക് കാരണം സംഭവിക്കുന്നതായിരിക്കാം. നമ്മുടെ ആംഗിൾ ജോയിന്റിന് സ്റ്റെബിലിറ്റിയും സപ്പോർട്ടും നൽകുന്നത് ജോയിന്റിന് ചുറ്റുമുള്ള ലിഗമെന്റ്സ് ആണ്. ലിഗമെന്റ്സ് എന്ന് പറയുന്നത് രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരുകളെയാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ലിഗമെന്റ്സിന് എന്തെങ്കിലും വലിവോ കീറലോ വരുന്നത്, അഥവാ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ്, അതല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചറിയുടെ ഭാഗമായിട്ട് വലിവ് വരുന്നത്, പ്രത്യേകിച്ച് ആന്റീരിയർ ടാലോഫിബുലാർ ലിഗമെന്റ്സ്, ഈ ലിഗമെന്റ്സിനെല്ലാം വലിവോ കീറലോ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ജോയിന്റിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടേക്കാം. അത് ജോയിന്റ് പ്രോപ്രിയോസെപ്ഷൻ നഷ്ടപ്പെടാനും കാരണമാകുന്നു. ജോയിന്റ് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത് ജോയിന്റിന് അതിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യാനുള്ള കഴിവ്, അഥവാ ഒരു ജോയിന്റ് ഏത് സർഫസിലാണ് നിൽക്കുന്നത്, ഏത് മൂവ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നത് എന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഒരു ആംഗിൾ ഇഞ്ചുറി വരുന്നത് വഴി ഈ ഒരു പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും നഷ്ടപ്പെട്ടു പോയേക്കാം. ഇനി ഒരു ആംഗിൾ സ്പ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനൂതന ട്രീറ്റ്മെൻറ്റ് രീതിയായ പൾസ്ഡ് സിഗ്നൽ തെറാപ്പി. പൾസ്ഡ് സിഗ്നൽ തെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആംഗിൾ ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ട് കിടത്തി വിട്ടിട്ട് അത് ജോയിൻറ്റിലെ സെൽസുകളെ റിപ്പയർ ചെയ്യിപ്പിക്കാനും ലിഗമെന്റ്സിൻ്റെ സെൽസുകളെ ഹീൽ ചെയ്യിപ്പിക്കുവാനും ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ജോയിൻറ്റിലോട്ടുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കാനും ഇൻഫ്ലമേഷനെ ക്രമാതീതമായി കുറച്ചു കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം ക്രയോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജോയിൻറ്റിൻ്റെ ഉള്ളിലെ നീർക്കെട്ടിനെ കുറച്ചു കൊണ്ടുവരാനും ക്രയോതെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം കൃത്യമായ വ്യായാമങ്ങളും വഴി നമുക്കൊരു ആംഗിൾ സ്പ്രെയിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഒരു ആംഗിൾ സ്പ്രെയിൻ കേസുകൾ നമ്മൾ ഏതെല്ലാം എക്സസൈസുകൾ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സസൈസ് സിംഗിൾ ലെഗ് സ്റ്റാൻസ്. ഉളുക്ക് സംഭവിച്ചിട്ടുള്ള കാലിൽ ബോഡി വെയിറ്റ് കൊടുത്തുകൊണ്ട് 30 സെക്കൻഡ് ആദ്യം കണ്ണ് തുറന്നു നിൽക്കുക. അതിൻ്റെ പ്രോഗ്രഷനായിട്ട് 30 സെക്കൻഡ് കണ്ണ് അടച്ചിട്ട് നിൽക്കുക. ഇത് ജോയിന്റ് പ്രോപ്രിയോസെപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് എക്സസൈസ് ടവൽ പിക്കപ്പ് എക്സസൈസ്. നമ്മൾ തറയിലൊരു ടവൽ വിരിച്ചിട്ടിട്ട് കാലിൻ്റെ വിരലുകൾ കൊണ്ട് മെല്ലെ ആ ഒരു ടവൽ ചുരുട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ആംഗിൾ ജോയിൻറ്റിന് ചുറ്റുള്ള മസിലുകളുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് എക്സസൈസ് വോബിൾ ബോർഡ് എക്സസൈസ്. ഒരു വോബിൾ ബോർഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബാലൻസ് ബോർഡിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇത് ചെയ്യുന്നത് വഴി ആംഗിൾ ജോയിൻറ്റിൻ്റെ പ്രോപ്രിയോസെപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ആംഗിൾ ജോയിൻറ്റ് മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ജോയിൻറ്റ് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീർക്കെട്ട് അധികമുള്ള സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എക്സസൈസുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. അതോടൊപ്പം എക്സസൈസുകൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൃത്യമായ ഗൈഡൻസോട് കൂടെ ആയിരിക്കണം. ഇത്തരത്തിലുള്ള കൂടുതൽ വ്യായാമങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ എക്സസൈസ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഇങ്ങനെ ദീർഘകാലമായിട്ടുള്ള ആംഗിൾ സ്പ്രെയിനെ അവഗണിച്ച് മുന്നോട്ട് പോകരുത്. ഇതൊരു ദീർഘകാല ജോയിൻറ്റ് ഇൻസ്റ്റബിലിറ്റിയിലേക്ക് നയിച്ചേക്കാം. ശരിയായ റീഹാബിലിറ്റേഷനിലൂടെ നിങ്ങളുടെ ജോയിൻറ്റ് സ്റ്റെബിലിറ്റിയെയും കോൺഫിഡൻസിനെയും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു ആംഗിൾ സ്പ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ മാന ഹെൽത്തിലോട്ടൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യൂ. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം.